JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുനമാസ ഫലം തന്നെയാണ്. മിഥുനമാസത്തിലെ മീനൻ രാശിക്കൂറുകാരായ പൂരട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മീനൻ രാശിക്കാരുടെ കാര്യമാണല്ലോ പറയുന്നത്. മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഉത്രട്ടാതിയുടെ ദശാനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ശനിയാണ്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് ഏഴരാണ്ടൻ ശനിയിലെ ജന്മശനി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ രാഹു ഇപ്പം സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയിൽ പൂരട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞത് ശനി അത്ര നല്ല ഫലമൊന്നും നൽകുന്ന ഭാവത്തിലല്ല. ശാരീരികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ശനിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വാദസംബന്ധമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം പറയുന്നത്. അതുപോലെ വെരിക്കോസ്, മുട്ടിന് വേദന, പാദത്തിന് വേദന, നടക്കാൻ വയ്യാത്ത സ്ഥിതി, അലർജി, രക്തവാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശനിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ രക്തവാതം എന്ന് പറയാൻ കാരണം ശനിയും ചൊവ്വയും തമ്മിൽ ഒരു ബന്ധം ഇവിടെ വരുന്നുണ്ട്. അഷ്ടമദൃഷ്ടി ചൊവ്വയുടെ. അപ്പം ശനി ജാതകത്തിൽ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ സമയം ദോഷം കൂടും. എന്നാൽ ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ യോഗകാരകനായിട്ട് ബലവാനായിട്ടൊക്കെ നിൽക്കുന്ന ശനി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നും ഈ സമയത്തുണ്ടാകത്തുമില്ല. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ജന്മരാശാധിപൻ വ്യാഴമാണ്. നേരത്തെ വ്യാഴം വളരെ മോശമായ സ്ഥിതിയിൽ 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നാണ് അത് 4-ാം ഭാവമായ മിഥുനൻ രാശിയിലേക്ക് കടന്നു വരുന്നത്. 3-ാം ഭാവം വളരെ മോശമാണ്. എന്നാൽ അത്ര മെച്ചമല്ലെങ്കിലും 3-ാം ഭാവത്തേക്കാൾ കുറെ കൂടി ഭേദമാണ് 4-ാം ഭാവം എന്ന് പറയേണ്ടി വരും. വീട്ടിൽ 3-ലെ വ്യാഴവും 4-ലെ വ്യാഴവും നോക്കുമ്പോൾ വീട്ടിൽ പഴയതിനേക്കാൾ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പോഴുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും. എന്തായാലും വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ശത്രുവിനോടൊപ്പമാണ്. അതായത് മിഥുനം രാശി എന്ന് പറയുമ്പം ബുധൻ വ്യാഴത്തിൻ്റെ ശത്രുവാണ്. ജന്മാധിപനും കർമാധിപനുമാണ് വ്യാഴം. അപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഈ ഭാവത്തിലുണ്ടാവും. കർമ്മം എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളാണല്ലോ പ്രധാനമായും വരുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നേരത്തെ ഒപ്പം നിന്നവരൊക്കെ ഇപ്പോൾ ഒന്ന് അകന്നു പോകാം, അല്ലെങ്കിൽ അടുപ്പം കുറയാം. അതുമൂലം ചില പ്രയാസങ്ങളൊക്കെ വരാം. 4-ാം ഭാവാധിപനായ ബുധൻ 4-ൽ തന്നെ നിൽക്കുന്നു ജൂൺ 22 വരെ. അതൊരു നല്ല കാര്യമാണ്. ഏത് ഭാവാധിപനായാലും ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ചില ബലവും പ്രാധാന്യവും ഒക്കെ വരും. അപ്പോൾ 4-ാം ഭാവാധിപൻ 4-ൽ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ പഴയതിനേക്കാൾ കുറെ കൂടി സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജൂൺ 22 മുതൽ 5-ാം ഭാവത്തിലേക്ക് കടക്കും. അതായത് കർക്കിടകൻ രാശിയിലേക്ക് കടക്കും. അപ്പം നല്ല വീടും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടായാലും ഒരു സുഖക്കുറവും സന്തോഷക്കുറവും ഒക്കെ തോന്നുന്ന ഒരനുഭവം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും അത്ര നല്ലതായിട്ട് പറയാനില്ല. സാമ്പത്തികമായ ക്രമക്കേടോ, കാരണം ബുധനും വ്യാഴവും കൂടി നിൽക്കുമ്പോൾ ശത്രുരാശിയിൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തിക കാര്യങ്ങളെ കൂടി സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ ക്രമക്കേട് നടത്തുക. ബുധൻ രേഖകളെ സൂചിപ്പിക്കുന്ന, അപ്പം രേഖകളിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചിലപ്പോൾ കണ്ടെത്തുകയും അത് വകുപ്പ് മേധാവികളിൽ നിന്ന് ശാസനയോ താക്കീതോ മറ്റെന്തെങ്കിലും നടപടികളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ പറയാം. 6-ാം ഭാവാധിപനായ സൂര്യനാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്.
ആ സൂര്യൻ നിൽക്കുന്നത് കർമാധിപനോട് ചേർന്ന്. അതുകൊണ്ടാണ് തൊഴിൽപരമായ കാര്യങ്ങളുടെ ഒരു സൂചന തന്നത്. കാരണം സൂര്യൻ എന്ന് പറയുമ്പോൾ പിതാവിനെയും ഭരണകർത്താക്കളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തൊഴിൽപരമായ കുറ്റം മറ്റാരെങ്കിലും ഒപ്പിച്ചു വെച്ചതായാലും അതിന് മറുപടി പറയേണ്ട ചില അവസരങ്ങളൊക്കെ വരും. അതും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചെയ്തതൊരു പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കും. അപ്പം അതിലും എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ട് നോക്കിയില്ല, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ 2ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബനാഥൻ എതിരായി നിൽക്കാം. അത് കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബനാഥന് എതിരാവും, സർക്കാരിനെ സംബന്ധിച്ച് പറയുമ്പോൾ മേലധികാരി എതിരാവും. അതാണ് അതിൻ്റെ സൂചന. സ്വത്ത് സംബന്ധമായ കാര്യത്തിലും അപാകത ഉണ്ടാകാം. കാരണം 9ാം ഭാവാധിപനാണ് ചൊവ്വ. അത് 6ൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. പിതൃസ്ഥാനം, ഭാഗ്യസ്ഥാനം, അതുപോലെ സന്താനഭാവം, പുത്രന്മാരെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് 6ാം ഭാവം, 9ാം ഭാവാധിപനായ ചൊവ്വ 6ൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നേരെ തിരിയുന്ന ഒരു സമയം എന്ന് പറയും. എന്ന് പറയുമ്പോൾ പിതാവ് എല്ലാ കാര്യത്തിലും അനുകൂലമായി നിൽക്കില്ല. അതുപോലെ പുത്രന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല മക്കളുടെ കാര്യം. അതും ചിലപ്പോൾ എതിരായിട്ടൊക്കെ വരാം. എന്ന് പറയുമ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പോകണം എന്നൊക്കെ രക്ഷകർത്താക്കൾ തീരുമാനിച്ചാലും കുറേയൊക്കെ അവരുടെ ഇഷ്ടത്തിന് അതിനെ വകവെക്കാത്ത രീതിയിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് സൂചിപ്പിച്ചത്. പിന്നെ സാമ്പത്തികമായി വരുന്ന ചില നഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ചൊവ്വ ഇപ്പോൾ 9ാം ഭാവാധിപനായിട്ട് 6ൽ വരിക എന്ന് പറഞ്ഞാൽ ഭൂമി ഇടപാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. കുടുംബ സ്വത്തിലെ തർക്കം വരാം. അഷ്ടമാധിപനായ ശുക്രൻ 2ാം ഭാവത്തിൽ മേടത്തിൽ ജൂൺ 29 വരെ നിൽക്കുന്നുണ്ട്. അപ്പം അതും 29-ന് ശേഷം എന്ന് പറയുമ്പോൾ ഇടവൻ രാശിയായ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. പക്ഷെ മേടൻ രാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 2ാം ഭാവത്തിലാണ്. 2ാം ഭാവാധിപൻ ചൊവ്വയാണ്. അത് ശത്രുസ്ഥാനത്തിരിക്കുന്നു. 2ാം ഭാവം ശുക്രനാണ്. അതായത് സാമ്പത്തികമായ വിഷയങ്ങളും സ്വത്ത് സംബന്ധമായ വിഷയങ്ങളും ഒക്കെ വീട്ടിലുള്ളവർ തന്നെ ഒന്നിച്ച് നിൽക്കത്തില്ല. എതിരഭിപ്രായം ഉണ്ടാകാം. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പ്രത്യേകിച്ച് സ്ത്രീകൾ അതിന് അനുകൂലമായി നിൽക്കണമെന്നില്ല. അതാണ് പറഞ്ഞു വന്നത്. അതുപോലെ മാതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു നല്ല അനുകൂലം നമുക്ക് ലഭിക്കും എന്നും പറയാൻ പറ്റത്തില്ല. 2ാം ഭാവത്തിലെ ശുക്രൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ കുറേ സൗകര്യങ്ങളൊക്കെ നൽകും. അതായത് ധനധാന്യ സമൃദ്ധിയൊക്കെ ഉണ്ടാക്കിത്തരും എന്നാണ് പറയുന്നത്. 2ാം ഭാവം വിദ്യയെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് വിദ്യാസംബന്ധമായിട്ട് പഠനത്തിലൊക്കെ കുറച്ച് മെച്ചമൊക്കെ ഉണ്ടാക്കിത്തരും. എന്നാൽ അതിൽ ചില അപവാദങ്ങളും ചില പോരായ്മകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. കാരണം മേടൻ രാശിയിലായതുകൊണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുക്രനുമായിട്ടൊരു ബന്ധം 2ാം ഭാവത്തിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ലളിതകലകളിലൊക്കെ ഒരു താല്പര്യം വരാം. പ്രത്യേകിച്ച് കവിതയോടും സാഹിത്യത്തോടും ഒക്കെ ഒരു താല്പര്യം, സംഗീതത്തോടൊരു താല്പര്യം. അതായത് നല്ല വരികൾ എഴുതുക, അത് ആലാപനം ചെയ്യുക, അത് കുറേ ആൾക്കാരെ ആകർഷിക്കുക, ഇതൊക്കെ അതിനകത്തിൽ വരാം. അത് ചൊവ്വ ആയതുകൊണ്ട് ആ വരികളുടെ ഉദ്ദേശവും അല്ലെങ്കിൽ ആ വരികളുടെ രീതിയുമൊക്കെ ഒരു പോരാട്ടത്തിൻ്റെ സൂചന തന്നെ ചിലപ്പോൾ നൽകിയെന്നും വരാം, ചൊവ്വയുടെ രാശി ആയതുകൊണ്ട്. അപ്പം ലളിതകലകളിലും സംഗീതത്തിലുമൊക്കെ താല്പര്യം ഉണ്ടാവുക. അതുപോലെ വാഗ്വിലാസം എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്. അങ്ങനെ ഒരു കഴിവ് പ്രതിഫലിപ്പിക്കുമ്പോൾ കുറേ ആൾക്കാരെ അത് ആകർഷിക്കുകയും അവരിഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് ശുക്രനായതുകൊണ്ട് കുറേ സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളൊക്കെ ആകൃഷ്ടരാകുകയും ചെയ്യും. അവിടെ ചൊവ്വയുടെ രാശി ആയതുകൊണ്ടും ചൊവ്വ 6ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും അതിലൊക്കെ ചില അപവാദങ്ങളും എതിർപ്പുകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ 2ാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പം എന്തൊക്കെ ഉണ്ടായാലും സാമ്പത്തികമായ ഒരു ഉന്നമനം ഉണ്ടാക്കിത്തരികയും ചെയ്യും. അതായത് പോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ എതിർപ്പിലൂടെ 10 കാശൊക്കെ ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ഒപ്പിച്ചു തരും.
ചില വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമെങ്കിലും കൂടെ നിൽക്കുന്നവർ എപ്പോഴും കൂടെ കാണും എന്ന് ചിന്തിക്കാനും പറ്റത്തില്ല. കാരണം ജൂൺ അവസാനത്തോടു കൂടി ശുക്രനങ്ങ് രാശി മാറുക. അതുപോലെ ഒരു മാറ്റം അന്നേരം ഉണ്ടാവുകയും ചെയ്യും. ജൂൺ 29-നാണ് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ സുഖ സൗകര്യങ്ങൾ കൂടും. കാരണം മേടൻ രാശിയിൽ നിൽക്കുന്നത് പോലെയല്ല ഇടവൻ രാശിയിലേക്ക് വരുന്നത്. ഇടവൻ രാശി അതിൻ്റെ സ്വക്ഷേത്രമായതുകൊണ്ട് തന്നെ സുഖ സൗകര്യങ്ങളൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കും. അതായത് ധനലാഭം, ദ്രവ്യലാഭം, പലവിധ സാധനങ്ങൾ ലഭിക്കാനർത്ഥം, സ്ഥാനമാനം, ശത്രുനാശം, ബഹുമതി, ഇങ്ങനെ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ഇടവൻ രാശി ആയതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് പല നേട്ടങ്ങളും ലഭിക്കും. സ്ത്രീകൾ മൂലം ഉയർച്ച ഉണ്ടാവുക എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ വിദ്യാഗുണവും കർമ്മഗുണവും ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ പുരോഗതി ഇതെല്ലാം നൽകുന്ന ഒരു ഗ്രഹമാണ്. ജൂൺ 22 മുതൽ ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് മാറും. അപ്പോൾ അത് ചരരാശിയാണ്. അപ്പം ചരരാശിയിൽ വരിക എന്ന് പറയുമ്പം ബുധൻ വിദ്യാകാരകനായതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പഠിച്ച വിദ്യയിൽ നിന്ന് ഒരു ജോലി തരപ്പെടുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ജോലി, ഉപരിപഠനം, തൊഴിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ദൂരദേശ യാത്രയോ അല്ലെങ്കിൽ വിദേശ യാത്രയോ ഒക്കെ ഉണ്ടാകാം എന്നതിന് സൂചിപ്പിക്കുന്നുണ്ട്. 6-ലെ ചൊവ്വ ചില ഗുണങ്ങളെയും പറയുന്നുണ്ട്, ശത്രുത മാത്രമൊന്നുമല്ല 6-ലെ ചൊവ്വ പറയുന്നു. ജാതകത്തിൽ ചൊവ്വ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണലാഭം, ബഹുമതികളെ, ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കഴിവ്, അതായത് ശത്രു ജേതാവായി മുന്നേറാനുള്ള കഴിവ്, പോരാടി ജയിക്കുക, അതുപോലെ ചില കലഹങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ഉദരവ്യാധിയെയും സൂചിപ്പിക്കും. ഈ ചൊവ്വ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു, പോരാട്ട വീര്യത്തെയും വിജയത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന 6-ാം ഭാവത്തിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് ഈ യൂണിഫോം, അതായത് പോലീസ്, പട്ടാളം ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും, അതുപോലെ അഗ്നിശമന സേനകൾ, ഫയർഫോഴ്സ്, അതുപോലെ സേഫ്റ്റി ആയിട്ട് ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ. കാരണം ചിങ്ങരാശി നിൽക്കുന്ന ചൊവ്വയ്ക്ക് കേതുവിൻ്റെ യോഗമുണ്ട്. അപ്പം ചിങ്ങവും അഗ്നിയാണ്, ചൊവ്വായും അഗ്നിയാണ്, കേതുവാണെങ്കിൽ അത് പൊട്ടത്തെറിയെയും അപകടങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എത്തുന്നവർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പൊതുവെ മീനരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം കുറേ ഗുണങ്ങളുമുണ്ട്, അല്പം ദോഷവുമുണ്ട്. അതായത് ഗുണദോഷ സമ്മിശ്ര ഫലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ശനിയും സൂര്യനും വ്യാഴവും രാഹു കേതുക്കളും അത്ര അനുകൂല ഭാവത്തിലല്ല. 11, 12 ഭാവത്തിൻ്റെ അധിപനാണ് ശനി. 11-ാം ഭാവം ലാഭസ്ഥാനമാണ്, വരവിനെ സൂചിപ്പിക്കുന്നതാണ്. 12 ചെലവുമാണ്. അതായത് കിട്ടുന്നതെല്ലാം ചെലവായി പോകുന്ന ഒരവസ്ഥയുണ്ടാവുക. സന്താനങ്ങളുടെ കാര്യത്തിലും വലിയ സന്തോഷത്തിന് വകയൊന്നുമില്ല. അവരുടെ കാര്യത്തിലും എടുത്തു പറയത്തക്ക മെച്ചമൊന്നും കാണുന്നില്ല. അതുപോലെ ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക എന്ന് പറയുന്നത് ഈശ്വര ഭജനം നടത്തുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാം തരണം ചെയ്യാൻ പറ്റും. മഹാദേവനും അതുപോലെ ശാസ്താവിനും വിഷ്ണുവിനും രാഹുവിനും ഇത്രയും പേരാണല്ലോ ദോഷമായിട്ട് വരുന്നത്. സൂര്യൻ മോശമായതുകൊണ്ട് ശിവനെ ഭജിക്കുക, ശനിയെ സംബന്ധിച്ച് ശാസ്താവിനെ ഭജിക്കുക, വ്യാഴത്തെ സംബന്ധിച്ച് വിഷ്ണുവിനെ ഭജിക്കുക, രാഹുവിനെ സംബന്ധിച്ച് സർപ്പക്ഷേത്രങ്ങളിൽ സർപ്പാരാധനയുള്ള കാവോ അതുപോലെയുള്ള ക്ഷേത്രങ്ങളോ ഉള്ളിടത്ത് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി 100 പാലും കഴിക്കുകയോ അവിടെ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക. ഇതൊക്കെ തന്നെ ദോഷങ്ങൾക്കൊരു പരിഹാരമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ആരുടെയെങ്കിലും കൈ കൊടുത്ത് കാശ് കൊടുത്തിട്ട് നിങ്ങൾ പോയി അങ്ങ് ചെയ്തേരെ എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു കാര്യമാണ്, ഈ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ തന്നെ. അപ്പം മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുകയും നമ്മൾ ആ നിലയിലേക്ക് എത്തുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് ഏത് വിധത്തിലുള്ള വിഷയങ്ങളായാലും അതിനെയെല്ലാം
തരണം ചെയ്യാൻ സാധിക്കും. അതായത് പ്രാർത്ഥന കൊണ്ട് ഏത് വലിയ വിഷയത്തെയും പരിഹരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ട് പരിഹരിക്കുക എന്നുള്ളതല്ല, കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതിനെ തരണം ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുകയും ചെയ്യും. നമുക്ക് കുറേ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യും. തകർന്നു പോകത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.